ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു മൾട്ടി അക്കൗണ്ട് ഉണ്ടാക്കാൻ പറ്റും. അതായത് വാട്സപ്പ് ഒരു 2 നമ്പറിലൊക്കെ വാട്സപ്പ് ഉള്ളവരാണെന്ന് ഒട്ടുമിക്ക ആൾക്കാർ. അതുപോലെ 2 ഫേസ്ബുക്ക് ഐ ഡി, അതായത് ഫേക്ക് ഐ ഡി ആണെങ്കിലും 2 ഐ ഡി ഉണ്ടാവും. അപ്പോൾ ആ സമയത്ത് പറഞ്ഞാൽ ജസ്റ്റ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരു ചെറിയൊരു ആപ്ലിക്കേഷൻസ് ഉണ്ട്. അതായത് പലർക്കും അറിയാവുന്നതാണ്. ജസ്റ്റ് പ്ലേ സ്റ്റോറിൽ കയറി കഴിഞ്ഞാൽ പാർസൽ ഫേസ് ആൻഡ് മൾട്ടി അക്കൗണ്ട് ജസ്റ്റ് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാം. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ക്ലിക്ക് ചെയ്ത് അങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇൻസ്റ്റാളായി. നമ്മളിത് ഓപ്പൺ ചെയ്യണം. ഇതിൻ്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണെന്ന് ജസ്റ്റ് നിങ്ങൾക്കൊന്ന് വിവരിച്ചു തരാം. ഞാൻ ജസ്റ്റ് വാട്സപ്പാണ് ആഡ് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. ഓക്കെ, തുറക്കുമ്പോൾ ഇങ്ങനെ വിൻഡോ ആണ്. ഇതിപ്പോൾ ഓക്കെ, ഇതിൽ ഈ അക്കൗണ്ടുകളൊക്കെ ഡബായിട്ട് സേവ് ചെയ്യാമെന്നാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ വാട്സപ്പ് മാത്രമേ ഉള്ളൂ. ഓക്കെ, ആഡ് ചെയ്യണം, ചെയ്ത് നോക്കാം. ഓക്കെ, വാട്സപ്പ് മാത്രം ആഡ് ചെയ്തു. വാട്സപ്പ് ജസ്റ്റ് ക്ലിക്ക് ചെയ്തു. ഓക്കെ, ഇപ്പോൾ ഇതിൽ വാട്സപ്പ് ക്ലിക്ക് ചെയ്യുമ്പോൾ സാധാ നോർമൽ വാട്സപ്പിൻ്റെ സെറ്റിങ്സ് മോഡൽ തന്നെയാണ് സെറ്റിങ്സ് ഇതിൽ വരുന്നത്. നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് വീടിൻ്റെ ഒരു ഫോട്ടോ ആണ്. ഓക്കെ, വീടിൻ്റെ ഫോട്ടോസ് ഞാൻ കൊടുത്തു കഴിഞ്ഞു. ഇത് ഓക്കെ, സാധാ സ്റ്റോറിങ് പരിപാടി. അപ്പോൾ ഇതിൽ സാധാ പുതിയ ന്യൂ വാട്സപ്പിൻ്റെ സെയിം അപ്ഡേഷനുള്ള വാട്സപ്പിൻ്റെ ഇക്കാരം. ഈ വാട്സപ്പിൽ കോണ്ടാക്റ്റ് ഒന്നും കാണുന്നില്ല. കോണ്ടാക്റ്റ് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ സെറ്റിങ്സിൽ ജസ്റ്റ് വാട്സപ്പിൻ്റെ സെയിം സെറ്റിങ്സ് വേണം. കോണ്ടാക്റ്റ് കൊടുത്തിട്ട് ഷോ കൊടുത്താൽ മതി. അങ്ങനെ തന്നെയാണ് സെയിം വാട്സപ്പിലുള്ളത്. അത് കോണ്ടാക്റ്റ് ആദ്യം നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. ഓക്കെ, അപ്ഡേറ്റ്, സോറി, ഇത് ഇൻവിറ്റ് അറിയാതെ അടിച്ചു പോയതാണ്. ഓക്കെ, ഓക്കെ, ഇതിലിപ്പോൾ നമ്പർ ജസ്റ്റ് ഇതിൽ കാണാൻ കഴിയും. ജസ്റ്റ് കോൾ ബട്ടൺ നോക്കി കൊടുത്താൽ തന്നെ എല്ലാ നമ്പറും കോണ്ടാക്റ്റും ഡീറ്റെയിൽസൊക്കെ ഉണ്ടാവും. എല്ലാ വ്യക്തികളെ ഫോൺ നമ്പർ ഉണ്ടാവും. ഞാൻ ഇവിടെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഓക്കെ, ഇതിലിപ്പോൾ ഒരു വാട്സപ്പ് ആഡ് ചെയ്യേണ്ടത് ഞങ്ങൾക്കിപ്പോൾ എങ്ങനെ മനസ്സിലായില്ലേ? ജസ്റ്റ് സിമ്പിൾ പരിപാടിയാണ്. ഇനിയിപ്പോൾ നമുക്ക് സാധാരണ നോർമൽ ഇതിലൊരു വാട്സപ്പ് ഉണ്ട് ആൾറെഡി. നമ്മളെ സ്ക്രീന് ഒന്ന് സ്റ്റക്കായിക്കൊണ്ടിരിക്കുന്നു. എന്താ അറിയില്ല, ഫോണിന് ഒട്ടുമിക്ക സോഫ്റ്റ്വെയർ ഇൻസ്റ്റാളേഷൻ കുറച്ച് കൂടുതലാണ്, അതുകൊണ്ടായിരിക്കാം. ജസ്റ്റ് ഞാൻ ഡെയിലി ഇങ്ങനെ ട്രൈ ചെയ്യലുണ്ട് ഓരോ സോഫ്റ്റ്വെയറിൻ്റെ പ്രത്യേകതകളും ഇതൊക്കെ. അങ്ങനെ തനിയെ കണ്ടെത്തേണ്ട ഓരോ സോഫ്റ്റ്വെയറുകളാണ് ഇതിൽ ഞങ്ങൾക്ക് അവതരിപ്പിച്ചിട്ടുണ്ട്. അതായത് ഈ സോഫ്റ്റ്വെയർ ഞാൻ കുറച്ച് മുമ്പ് തന്നെ ഒരു
ഒരു ഒരു വർഷം 1.5 വർഷം മുമ്പ് തന്നെ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. കാരണം ഒരു വർഷം മുമ്പ് എങ്ങനെ ആയാലും ഞാൻ ഈ സോഫ്റ്റ്വെയർ യൂസ് ചെയ്തിട്ടുണ്ട്. അതിൽ ആൾറെഡി ഒരു വാട്സപ്പ് ഉണ്ട്, ഇവിടെ താഴെ കണ്ടില്ലേ. ഇനി ഇവിടെ ജസ്റ്റ് ഇതിലും, അതായത് പാരലൽ സ്പേസ് പറഞ്ഞിട്ട്, അതായത് നമ്മൾ പെട്ടെന്ന് ഇത് ആരെങ്കിലും ഫോൺ എടുത്താലും നമ്മളാണ് വാട്സപ്പിൽ, നമ്മളെ ഫോണിൽ 2 വാട്സപ്പ് ഉണ്ട് എന്നൊരു വ്യക്തിക്കും മനസ്സിലാവാൻ കഴിയില്ല.